ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബിരിയാണിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കണോ നിങ്ങളുടെ ആവശ്യം അനുസൃതമായിട്ട് ജീരകശാല റൈസ് എടുക്കുക. ജീരകശാല റൈസെല്ലാം ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് മസാലാസൊക്കെ ഇടണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പട്ട, തക്കോലം ഒരു ചെറിയ 2-3 കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഏലക്ക ഒരു 5 എണ്ണം. ഇത് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇടേണ്ടതാണ്. നമുക്ക് ഇത് ആദ്യം ഈ മസാല വെള്ളത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് റൈസ് കഴുകി നമുക്കതിലേക്കിടാം. നമ്മുടെ വെള്ളം തിളയ്ക്കുന്നതിൽ മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കുറേശ്ശെ ആഡ് ചെയ്യണം. ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്യാം. എടുത്തു വെച്ചിരുന്ന മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരി കഴുകി വെച്ചിരുന്നത് അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 80% കുക്ക് ചെയ്ത് എടുക്കാം. നമുക്ക് ഇടയ്ക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വാർത്തെടുക്കണം. നമ്മൾ വറ്റിച്ചല്ല എടുക്കുന്നത്. ഇത് അരിയൊക്കെ നമ്മൾ വാർക്കുന്ന പോലെ വാർത്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാണ്. ഇത് നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും ഒഴിക്കുകയാണ്. ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇത് കുക്കായതിന് ശേഷം നമുക്ക് വാർത്തെടുക്കാം. ഇതാണ് അരിയുടെ ഫസ്റ്റ് പ്രോസസ്സ്. ഇനി നമുക്ക് എഗ് മസാല ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോവാം. ബിരിയാണിയിൽ ഇടാനുള്ള എഗ് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ബോയിൽ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് വേണം, ജിഞ്ചർ പേസ്റ്റ്, ഇഞ്ചിയുടെ പേസ്റ്റ് വേണം. പിന്നെ ഞാനിവിടെ 3 വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും മറ്റേത് എഗ്ഗ് മസാലയ്ക്ക് വേണ്ടിയുള്ളതാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ്. പൊടികൾ ഞാൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പറയാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് സവാള എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. ഇത് ബിരിയാണിയിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മേളിൽ ഇടാനുള്ളതാണ്. നമുക്ക് സവാള നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം. വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ബോയിൽഡ് എഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. എഗ്ഗ് എണ്ണയിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒരു 2 മിനിറ്റ്സ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് വൈറ്റ് കളറിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസാലയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്നൊരു ഫ്രൈ ചെയ്തിടുമ്പോൾ ടേസ്റ്റ് വേറെയാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നമ്മൾ വറുത്ത് മാറ്റിയ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ കാഷ്യൂ നട്ട് ഒന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണയിലിട്ടിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ സവാളയും ഫ്രൈ ചെയ്ത് വെച്ചു, കാഷ്യൂ നട്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകാണ് ഫ്രൈ ചെയ്യേണ്ടത്. നമ്മുടെ പച്ചമുളകും കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കും. നമ്മളിത് സവാള വറുത്ത എണ്ണ തന്നെയാണ്.
അതേ ചീനച്ചട്ടിയിൽ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് വെളുത്തുള്ളിയുടെ ചതച്ചതും ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ആ പേസ്റ്റ് ആക്കിയതും ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം സവാള ആഡ് ചെയ്യും. സവാളയും ഒരു 4 പച്ചമുളകും സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റോസ്റ്റ് മസാലയൊക്കെ ആവുന്ന ആ സ്റ്റേജിലാകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. സവാളയൊക്കെ നല്ല വഴറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, മുളക് പൊടി, ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല. ഇതെല്ലാം ഇട്ട് നല്ലോണം നമുക്ക് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഈ മസാല മുഴുവനും ഈ സവാളയിൽ പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അതായത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ തക്കാളിയുടെ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ആ പച്ചമണം പോകുന്നവരെ, നല്ലൊരു ഫ്രഷ്നെസ് വരുന്നവരെ നമ്മൾ നല്ലോണം ഗ്രേവി ആക്കി എടുക്കണം. ഇത് കണ്ടോ, നമ്മൾ മുട്ട എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ മസാലയിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ 3 മുട്ട ആ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, മുട്ട ഇതിനോട് നല്ല കളറായിട്ട് നമ്മൾ അതിലേക്ക് ഫ്രൈ ചെയ്തുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ ഫ്രൈ ചെയ്തുകൊണ്ട് മുട്ട വൈറ്റ് അല്ലാണ്ട് ഇങ്ങനെ ഈ ഗ്രേവിയുടെ കളർ പോലെ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റും റെഡി ആവാറായിട്ടുണ്ട്, ഗ്രേവി റെഡി ആവാറായിട്ടുണ്ട് ബിരിയാണിക്കുള്ളത്. ഇത് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വരാം. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇനി ആഡ് ചെയ്യാം. കണ്ടോ, മുട്ടയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ടുണ്ട് അല്ല. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവരെ ആഡ് ചെയ്യണ്ട കേട്ടോ, ഞാനിതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായിട്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം, എഗ് ബിരിയാണി സെറ്റ് ചെയ്യാം. നമുക്ക് എഗ് ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ഒട്ടാത്ത ലെവലിൽ ഇങ്ങനെ റെഡി ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. വാർത്തെടുത്തതാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില വേണം നമുക്ക്. സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, കശുവണ്ടിയും മുന്തിരിങ്ങയും, ഇത് കാഷ്യൂം ഇത് റൈസിനും നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, വേപ്പിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടത്. പിന്നെ എഗ്ഗ് മസാല നമ്മൾ കണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു ചെറിയ ഉരുളിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആദ്യമേ എഗ്ഗ് നമുക്ക് താഴെ മസാലയോടുകൂടി ഏറ്റവും താഴെ വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ഇടാം. നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. റൈസ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എല്ലാം എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ സവാള വറുത്തത്, പച്ചമുളക്, വേപ്പില വറുത്ത് വെച്ചത് അത് നമ്മുടെ ചോറിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും കാഷ്യൂയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ദമ്മ് ഇടാം. ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈയിങ് പാന് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ദം ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം അടച്ച് നമുക്കൊരു 3 മിനിറ്റ്സ് വെക്കാം. നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് നമ്മൾ ദം ചെയ്യുമ്പോൾ മേളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.